ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാലത്തിന് ശേഷം ബ്ലോഗിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഇപ്പോൾ എക്സാമൊക്കെ നടക്കുന്നത്, ഓൺ എക്സാം ഇതൊക്കെ ആയതുകൊണ്ട് ടൈം കിട്ടിയില്ല, പിന്നെ ചെറിയ ചെറിയ തിരക്കിലായതുകൊണ്ടും സമയം കിട്ടിയില്ല ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഒരു ഊട്ടി മൈസൂർ ട്രിപ്പ്, അതും ലോറിയിൽ സീൻ ട്രിപ്പ്. എൻ്റെ ചങ്ങായിമാർ എല്ലാവർക്കും വരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ നാട്ടിലുള്ള ഒരുത്തിനും കൊണ്ടുപോകണത്, അതിൻ്റെ സ്കൂളിലെ ഒരുത്തിനും കൊണ്ടുപോകണത് അസീൻ എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ രണ്ടാളന്ന് മൈസൂരിലേക്ക് ലോറിയിൽ പോണത്, അതും പാണ്ട് ലോറി. അപ്പോൾ ഈ സിഞ്ഞിൻ്റെ ചങ്ങായി വരണം. ഇപ്പോൾ സമയം 5 മണി ആ ടൈമായി. ഇനിയോ വരണം. വന്നിട്ട് ഞങ്ങൾ ലോറിയിൽ കേരളയിലേക്ക് പോകും. അവിടുന്ന് ലോറിയിൽ കയറി മൈസൂരിലേക്ക് യാത്ര. പിന്നെ അവിടുന്ന് എന്താ വെച്ചാൽ അവിടുന്ന് ചിലപ്പോൾ എവിടേക്കും പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ലോറിയിൽ മൈസൂരിലേക്ക് പോണത് ഒരു കിടിലൻ എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഏതായാലും ഇനി ചങ്ങായി വന്ന് അവിടെ എത്തിയിട്ട് കാണാം. ഇസ്രായേലിൽ തിന്നാൻ വേറെ ഒന്നുമില്ല, അതുകൊണ്ട് നമ്മൾ കിൻഡർ ജോയുടെ പുതിയ ബിയാനോ വൈറ്റ് ഈ സാധനം തിന്നണ ഗൈസ്. വെയിറ്റിംഗ് ടൈം എത്രയാലോ, കറണ്ട് ടൈം എത്രയാലോ? അപ്പോൾ 5:22 ഗൈസ്. രാവിലെ നീച്ചുകൊണ്ട് എൻ്റെ മുഖം ആകെ ഡള്ളായിരുന്നു. ഒന്ന് ഉറക്കം ശരിയായാലും എൻ്റെ മുഖം റെഡി ആവുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഏതായാലും പോകുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മുടെ ചക്കനെത്തി അസിയോസ്. അപ്പോൾ ഗൈസ് നമ്മൾ ലോറി ഇതാക്കാൻ മുമ്പിൽ നിൽക്കണേ. ഇതാണ് നമ്മുടെ ലോറി, പാണ്ട് ലോറി. ഇതിൽ നമ്മൾ 5 പേർ ഡ്രൈവർ അടക്കം അങ്ങനെ പോണത് ഗൈസ്. അപ്പോൾ ഏതായാലും ഇനി ഓയിൽ വരണം. കാറിലൊന്നുമല്ല, റിച്ച് പരിപാടി പാണ്ട് ലോറി ഒറ്റ മേഞ്ചിൽ ഇറങ്ങി ഞങ്ങൾ തിങ്കളാഴ്ച എക്സാമാ. പേടിയുണ്ടോ? ആർക്ക് ഇതേ ക്ലാസ്സിലെ ഭൂലോക പഠിപ്പാ പറയണേ. ആളുകൾക്ക് വിളിച്ചല്ലോ ലോറി. മൈസൂരാണ് കത്തിക്കും. മറ്റേ എത്തണം, തീപ്പെട്ടി എത്തണോ മൈസൂർ എത്തിച്ചാൽ? ഓയ് ആരില്ലേ? ആ അല്ല വരും, അതൊക്കെ വരും. ആ ഞങ്ങൾ വരണേ. അതൊക്കെ വരുന്നുണ്ട്. ആ കയറാം. നമ്മളെ വണ്ടി കണ്ടോ കയറില്ലേ? കയറി. പേരെന്താ? കയറി. അൽഫലിസ് ആ ബാ. നമ്മുടെ കൂടെ ഉള്ളത് ആരിന്? ഇതിനുള്ളു. പഠിക്ക ലീസുണ്ടോ? പിന്നെ എന്താ എപ്പച്ചെടുക്ക പോയത്? ചെക്കനാണ് എപ്പോഴും ഒലി കയറി പോലെ. ആ ഏറി ആ കൊട്ട കയറി പോയാലോ? വരൂണ്ടേ അന്നെ വിളിക്കണേ. പ്രശ്നം പറ്റി. എന്താ സ്റ്റാർട്ടിങ് തന്നെ പാളി കീറിയോ? അവളെ കൊളത്തി. വേറെ ഷർട്ടില്ല എടുത്തിട്ടോ. ഞാൻ ആ ഒറ്റ മൈൻഡിൽ ഒറ്റ ഷർട്ട് മാത്രം, ഉറപ്പെടുത്തിട്ടില്ല. ഷർട്ട് മാത്രം എടുത്തോല്ല അല്ലേ? ഇതിങ്ങനെ കേറി അതന്നെ കയറിക്കോ. ആ കയറി എവിടേക്കാ എടുക്ക പോണ നമ്മളെന്ന്? വയനാടോ? പോയിട്ട് വരാറി. അപ്പൊ ഇത് നമ്മപ്പല്ലത് എല്ലാവരും ഉണ്ട്. അസിനോടെ? അസിനേ
അസിനെ എവിടെ? അസിനെ നീ ഇൻഫിനിറ്റി കാസ്റ്റിലേക്ക് പോയ അസിനി ഡീമൺ സ്ലെയർത്തെ ഇല്ല പിന്നെ ഇവിടെ. അപ്പോൾ ഏതായാലും കേസ് നമുക്ക് ഏതായാലും കുറച്ചുകൂടി കാണാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ കോടമഞ്ഞിന്റെയും താഴ്വരയിലൂടെ നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ അൽഫോ എന്ത് പറയാനാ? ഇട്ടപ്പൊട്ടാമസിനെ കാണാം. ഇട്ടപ്പൊട്ടാമസിനെ കാണാൻ പോവാ. ഇട്ടപ്പൊട്ടാമസ് ഞാനുണ്ട് യൂട്യൂബർ സൗത്ത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ അടുത്ത ഈ കൊല്ലത്തെ ഓണത്തിന് പൂക്കളൊക്കെ എടുക്കാൻ ഞാനും അതിനാണ്. അതിന് ഡ്രൈവറൊന്നുമില്ല ഞങ്ങൾ ഔട്ടും അത്ര തന്നെ. പാണ്ടിലോരല്ല, അത് അതിന്റെ അനന്തത്തിലുള്ളൂ. ഭാരത് ബെൻസ്. ടീച്ചറൊക്കെ ഞങ്ങളുടെ മുമ്പിൽ ചെറിയ വണ്ടിയാ പോകും. അങ്ങനെയല്ല, ഈ പാണ്ടിലോറിന്റെ മുമ്പിൽ ചെറിയ വണ്ടിയാ. ഓനത്ര വലിപ്പല്ല സാധനം. അവിടെ ഇരിക്കോ അബ്ദുൽ അസീസ് പോയിക്കൂടെ ആ കോട്ടയുടെ പോകും. ആയിക്കോടെ പോകും. ഞങ്ങൾ ആയിട്ട് ഇവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കൊണ്ടുവാ നല്ല വ്യൂ ആയി നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കണേ. ഈ വ്ളോഗ് ലോങ് ആക്കിയ ആണ് അത്രയ്ക്ക് ബോറടിക്കും. അതിനോട് ഞാൻ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രം, നല്ല ഭാഗങ്ങൾ മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ പോലെ നല്ല ചിപ്സ് മൂടാട്ടോ. എല്ലാം വരല്ലോ ഇവിടെ ഇരുന്ന് പോണ വൈബ് ഒരു പുതിയ ഒരു വേറെ എക്സ്പീരിയൻസാണ്. ഈ എല്ലാ മാസവും ഞാൻ ഉണ്ടാവും മൈസൂർ കാലത്ത്. നൈസ് തണുക്കുന്നുള്ളപ്പോ എന്താട്ടി വലിയ ശത്രുവായി കിട്ടും. ഇതിനെ നോക്കണ്ട, ഇത് ഞങ്ങള് കുറച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ ഇടും. നമ്മള് ആനാനെ കണ്ടാട്ടും. അപ്പൊ ഞാനും പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ അവിടെ ഇതെല്ലാം കുറച്ചായിട്ട് കാണും. സുഹൃത്തുക്കളെ, നമ്മൾ ല്ലേ നമ്മൾ ഏകദേശം ഊട്ടി കഴിഞ്ഞു. ഈ മൈസൂർ എത്തണം. ഈ ഫോറസ്റ്റ് ഒക്കെ താണ്ടി ഒരു വ്യൂ നല്ല വ്യൂ ആണ്. ഇത് ബോർഡ് ഞാൻ ഈ പണിക്ക് നിൽക്കുകയാണ്. നല്ല രസമുണ്ടാവും. അതെ, വല്ലാത്തൊരു ഏത് അതല്ലേ അതല്ലേ പറഞ്ഞപ്പോ വല്ലാത്തൊരു എക്സ്പീരിയൻസ്. നമ്മൾ കൂടി പോകാനല്ലോ സാധാരണ ഇതല്ലേ കൂടി പോണ വയ്യല്ല. റൂട്ടിനല്ല പോണേ, നമ്മള് വേറെ റൂട്ടിനാ പോണേ. അന്നെന്താ ഏതായാലും നമ്മള് അവിടെ വിശദീകരിച്ചപ്പോ ഇതെടുക്കാം. അതിപ്പോ നമ്മള് വൈബാസ് ഏതാണ് ടയറ് എന്ത് രീതി കാക്കമാരൊക്കെ മൂട് കാക്കമാരട്ടോ. മൂട് കാക്കമാര അണ്ണേ தாண்டி அண்ணே இருக்கு. எங்க பார்த்தாலும் பஸ் இருக்கு. ഇവിടെ ഒരു TN ബൈക്ക് இருக்கு. ഇവിടെ അണ്ണങ്ങൾ இருக்கு.
ஏது மூலு அண்ணே தம்பி வணக்கம் ചൂടുവെള്ളം വരും അടച്ചക്ക് ഗുഡ് ബോയ് വളരെ സംശയത്തില് നോക്കണ്ടേ ഇതിപ്പോ ധാരാളം സൗദ് തന്നെയാണ് അല്ല ആരും പ്രതീക്ഷിക്കലോ അങ്ങനത്തെ വണ്ടിയിൽ പോണത് അതിന്റെ കുറവുള്ളൂ അതിന്റെ കുറവുള്ള സെറ്റപ്പ് കേട്ടോ ആ സെറ്റപ്പ് വെക്കുന്ന ഇവിടെ കാറ്റൊക്കെ വരും കേട്ടോ സീക്രട്ട് ഏരിയ സീക്രട്ട് AC അണകളേ പോലീസ് എന്തായാലും നമുക്ക് ഫോറസ്റ്റ് ഇതിൽ കാണാം നല്ല നല്ല വിഷ്വൽസ് മാത്രമേ അങ്ങനെ കട്ട് ചെയ്ത് തീർക്കും അതിനോട് ക്ഷമിക്കണം കാരണം ഇത് അവർക്ക് എത്തോളം എടുത്താൽ ഒരു 5-6 മണിക്കൂർ വ്ളോഗ് നീണ്ടു പോകും അതുകൊണ്ട് അങ്ങനെ പറ്റൂല അപ്പൊ നമുക്ക് ഇങ്ങനെ വിട്ടു പോകും പിന്നെ ഈ മൈക്ക് ഉണ്ടായണ്ടേ ഈ വണ്ടിയല്ലേ വണ്ടിന്റെ സൗണ്ട് ഒന്നും കേൾക്കൂല ഇതിന്റെ സൗണ്ട് മാത്രം കേൾക്കുള്ളൂ മൈക്കിൽ വണ്ടിയുടെ സൗണ്ട് അവൾ ഓൺ ചെയ്ത് വരുന്നേക്കാണ് നമ്മളാ കേട്ടോ ആളെ കമ്പിക്കാരൻ കമ്മളക്കുമാരാ നമ്മളെ ഇന്നലെ അറിയുള്ളൂ എല്ലാവർക്കും നമ്മളെ പരിചയമായി അതാണ് നമ്മളെ പവർ അടുത്ത പ്രാവശ്യം ഡ്രൈവർ ഇല്ല അടുത്ത പ്രാവശ്യം ഒന്നെങ്കിൽ ഓട്ടോ അല്ലെങ്കിൽ ഞാൻ ഓട്ടോ മാറി ഓട്ടോ അതായത് ഞങ്ങള് ഓണപ്പൂക്കള് അത്തപ്പൂക്കളം ഇതിനുള്ള പൂവ് തക്കാളി വാഴക്കറി പച്ചക്കറി പിന്നെ പിന്നെന്താ തമിഴ്നാട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ എന്തെങ്കിലും വാട്ടം ക്രിസ്മസിനിലെ മഞ്ഞ് കൊണ്ടുവരും മാലിന്നിലെ അതൊക്കെ ഇനി പേര് എന്തെങ്കിലും നീ അങ്ങനത്തെ ഓരോ വീഡിയോസ് ആണെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യാം ഇവരെ 24 മണിക്കൂർ ബുക്ക് ചെയ്യുന്നത് എങ്ങനെ പറയണേ പഠിച്ചൊന്നും കാര്യമില്ല ഫുഡ് ഞാൻ നല്ല ചെറുക്കല കുട്ടികളൊക്കെ ഉണ്ട് ജയിജി അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് ബുക്കും ഇവിടെ നിന്നോ അപ്പൊ ഏതായാലും അടുത്തൊരു ഷോട്ടിലല്ല അടുത്ത ഭാഗം ചെറുക്കത്തിൽ നമ്മളെ പുള്ളിമാനം കണ്ട് ഇവിടെ കേറിയിട്ടുള്ളൂ അപ്പൊ തന്നെ പുള്ളിമാൻ കേറിയപ്പോ തന്നെ ആ ഇതാണെന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഓഫീസർ എന്താ പറഞ്ഞേ സൗദ ഹസിനെ സൗദയാണല്ലോ ഹസിനെ കണ്ടില്ല കാര്യത്തിലും വിളിച്ചു ആ മറ്റേ ഫോറസ്റ്റ് എന്താ പറഞ്ഞാലോ അല്ല സൗദ അപ്പൊ അറിയണോലൊക്കെ ഉണ്ട് പൈസ മൈക്കോണൊക്കെ ഡിസ്ക് ഭയങ്കര സംസാരം എന്താണ് അതിനെ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കാന് ഇവിടേക്ക് ഇരിക്കുന്ന ജനം പിടിച്ചല്ലോ വണ്ടി ചിരിഞ്ഞ വരുന്നത് സംഭവം എന്താ അറിയോ അവിടെ സൗദ വിളിച്ചത് ഞാൻ ഇന്നലെ വിളിച്ചിനി പൈസ കൊടുത്ത് സെറ്റ് ആക്കിയത് ഓനൊരു ഹാപ്പിനെസ് ആയിക്കോട്ടെ ഇവിടുന്നല്ലേ ഞാൻ കണ്ടു അറിയില്ലണ്ടു ആരും നിർത്തിയാലോ ഓനെ ചവിട്ടിന് 27 മൈക്കോട് കൊടുക്കും മൈക്കോ നിർത്തിയില്ലേ അത് കയപ്പായിട്ടതോ ഞാൻ കണ്ടതന്നെ അറിയാം വീണ്ടും പുള്ളിമാനെ പിടിച്ച് അരിഞ്ഞ്
കാട്ടുപോത്ത് കാരടിയോ ഓ ഏയ് ഒരു വിജയനെ ചെറുതായിട്ടോ അലാകൊക്കെ എന്തോടെ നേരം ഫുൾ ബിസിനസ് മൈൻഡ് അല്ലേ അടുത്തതില് പറയുമ്പോൾ ജസ്റ്റ് നീട്ടി കൊടുത്താൽ അപ്പൊ ആണാ അൽഫ നേരെ മുമ്പില് ആണാ അതാണ് മൂപ്പർക്കൊക്കെ അറിയാലോ കറക്റ്റ് ഇതില് അയ്യോ ആനാ ആനേ ഞാൻ സൗദി സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ അത് കുംഗ്യാനൊക്കെ പറയില്ലേ വളർത്തണല്ലേ അറിയില്ലേ അതിന്റെ കൗത്തിലെന്തുണ്ട് അതിന്റെ അതൊക്കെ ഈ കാട്ടിന്ന് കൊണ്ടുവന്ന് കണ്ടേ ഐറ്റങ്ങളാ ഒരു പിന്നെ ഇവിടെ ഇതാക്കാൻ വേണ്ടിയാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ്ട് ഇവിടെ മറ്റൊക്കെ ഉണ്ട് മരം കൊണ്ടൊക്കെ കെട്ടിയാണ്ട് അതിൽ വെച്ചാണ്ട് എന്തോ ഒരു പണ്ടൊരു പറച്ചിലുണ്ടല്ലോ ആനപ്പന്തി മരം കൊണ്ടൊക്കെ കെട്ടി ഉണ്ടാക്കിയാണ്ട് അതൊക്കെ ഉണ്ട് കാക്ക പറഞ്ഞെന്താരോ എന്തപ്പോ ഇവിടുത്തെ ഓരോ അമ്പ് മൂപ്പർക്കറിയാം അതായത് ആഴ്ചയിൽ 3 വട്ടം ഡെയിലി അതായത് 1990 മുതലല്ലേ 90 മുതൽ ആഴ്ചയിൽ 3 വട്ടം ഇങ്ങോട്ട് ഇന്ന് മുതൽ ഞാനും ആഴ്ചയില് 3 വട്ടം മൂപ്പരപ്പോ ആൾക്കാർ പോയിട്ടുണ്ട് റീൽസ് കാണാലോ അതിൽ മലയോട് ഇങ്ങനല്ല ഇപ്പൊ വെള്ള തുണി അടിപൊളിയായിട്ട് കണ്ടത് അങ്ങനെ തമിഴ്നാട് ബോർഡർ എത്തി കഴിഞ്ഞു തമിഴ്നാട് കർണാടക ബോർഡർ കഴിഞ്ഞു പുലി കടുവ അതാണ് നാളെ ഒഴിവാക്കി പോയ കുരങ്ങതാണ് ഓ അന്ന് കേരളയിൽ ഒന്നാണ് ഓടി ഓടിന്റെ അടിയിലുണ്ട് ഓട്ടോക്കാരൻ ഓട്ടോക്കാരൻ അറിയില്ല നമ്മളെ ബായ് ബായ് ഹലോ ഹായ് ബായില്ലേ ഹായ് അതല്ലേ വീട് മൈസൂര് അപ്പൊ എന്താണ് ഹിന്ദി കന്നഡ അറിയാം തമിഴ് അറിയാം തെലുങ്ക് അറിയാം 4 ഭാഷ ഞങ്ങൾ നോർത്തേക്ക് എത്തിയ ഒരു വർത്താനം അവരുടെ നോർത്ത് അറിയാം നമ്മളെ അതങ്ങനെ പ്രശ്നമായത് മച്ചാൻ അടിപൊളിയാണ് അച്ഛനെ വിളിച്ച് ഓടിച്ചില്ലേ ഞാൻ 10 ലക്ഷം यूट्यूब में आएगा
പാലസിലേക്ക് പോകാം. അതല്ല, ആദ്യം സൂപ്പ് പോവാന് വെതർ അടിപൊളിയാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് നടന്ന് കാണാം. അതൊക്കെ പറയുമ്പോ മച്ചാൻ കെയർ ചെയ്യണ്ട. ഇതാണ് അമ്പലം ഇവിടുത്തെ. അപ്പൊ ഞങ്ങളെ ആശ്രമം ഗണപതി സച്ചിദാനന്ദ ആശ്രമം. നമ്മളെ ആശ്രമത്തിൽ ഓർമ്മയുണ്ട്. എന്റെ വിക്കിൽ നോക്കിക്കോ, പത്താസ് വിക്കിലുണ്ട്. ഇവിടെ നടന്നു നമ്മളെ പത്താം ശേഷം വന്നു മൈസൂർ പാലസ് വന്നില്ല. മൈസൂർക്ക് തോന്നണേ അറിയാം. ഞാൻ തണ നമ്മളെ ലോറി സാധനം എടുക്കാൻ പോയി, സാധനം കയറ്റാൻ പോയി. നമുക്ക് 2 മണി വരെ ടൈം ഉണ്ട്. അപ്പൊ അങ്ങോട്ട് കറങ്ങാൻ പറഞ്ഞു. അപ്പൊ നമുക്കൊരു ബൈന് കിട്ടി. നമ്മളെ ബൈൻ്റെ പേരെന്താ? സുനിൽ. ബായിനോട് ഞങ്ങള് ബായില്ലടാ, ബായില്ല മുഗ്ര അണ്ണ തമ്പി. നമ്മള് ഹിന്ദിയിലെ കൊടുക്കാൻ നമ്മൾ ഇന്ത്യയിലാണ്. ഞാൻ എന്റെ ഇന്ത്യയിലൊക്കെ പോയിട്ടില്ല, ഫുള്ള് ഇന്ത്യയാണ്. ചെക്കപ്പ് സീനാണ്. ചെക്ക ഞങ്ങൾക്ക് കെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ അടിച്ചില്ലുണ്ടോ? ആദ്യം ഫസ്റ്റ് 100 പേരുടെ ഫസ്റ്റ് 100 പേരുടെ കുറച്ച് കഴിഞ്ഞ് 90 പേരാ. വളരെ അത് ഡൽഹിയിലാണ്. എന്തും പറയാം, ആർക്കും ഒന്നും അറിയില്ല. അങ്ങനെയാണ്. എല്ലാം 100 കുഴപ്പമില്ല. കൊണ്ടേ അപ്പൊ നമ്മള് ഈ സൂലേക്ക് പോവാം. മച്ചാൻ പറഞ്ഞ നമ്മളെ സൂ അടിപൊളിയാണ്. ക്ലൈമറ്റ് സെറ്റ് ആണ്. നമ്മൾ നേരെ സൂക്ക് പോവാം. സൂന്നാണ് നമ്മള് പാലസ്ക്ക് ടൈം ഉണ്ടെങ്കിൽ പോലെ. ഈ ആളിന്റെ ഇപ്പൊ എല്ലാ മാസം ഞാൻ വരികയാണ്. ഇതിപ്പോ ഇതാണ് ലോറിയിലെ കൂട്. മൈസൂർ ഓരോ ദിവസം ഓരോ എക്സ്പ്ലോർ. മറ്റേ സാധനല്ലേ, മറ്റേ കളി ആ കൊന്നുപോലെ ഗോൾഫ്. ഇത് എപ്പോഴാ കാണട്ടോ? ഇവിടെ അല്ലേ നീ അറിയില്ലേ? നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് ഞങ്ങൾ മൈസൂർ പാലസിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? മൈസൂർ പാലസ് കുറെ നടന്നു. ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ എന്തെടുത്തില്ല, അലഞ്ഞു. ചാർജറും കിട്ടിയില്ല. ഇറങ്ങിയപ്പോ പവർ ബാങ്ക് എടുത്തില്ല, പൈസ എടുത്തിട്ടില്ല. ചാർജർ ഉണ്ട്, ചാർജർ ലോറിയിൽ വെച്ചു. ഇപ്പൊ മൈക്ക് കുത്താൻ മൈക്ക് കുത്താൻ അതിന്റെ ചാർജറും പോകും. അവിടെ മൈക്കല്ല, ഉറക്കനെ പറയണം. ഇതിന്റെ ചാർജ് ഒറ്റ മൈൻഡ് പോണവരൊക്കെ ശ്രദ്ധിക്കാം. അതെ, ഇനിയിപ്പോ ചാർജ് കഴിഞ്ഞാ ഇതിലെത്ര ഉണ്ട്? ഇതിലും കണ്ടോ? ഇതിലിപ്പോ എങ്ങനെ കാണാം? ഇതിൽ 20% അപ്പൊ ഞാൻ നമുക്ക് ഒറ്റ മൈൻഡിൽ ശ്രദ്ധിക്കാം. അതെ, അതൊക്കെ ശ്രദ്ധിച്ചു വരിക. പാലസിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് കാണാം. അപ്പൊ തിരിച്ചു നോക്കിയല്ലേ? ഞാൻ ഉറങ്ങി, പിന്നെ ഉറങ്ങി. ഫോണിലൊക്കെ ചാർജ് ഇപ്പോൾ ഫുള്ളായല്ലോ. ഹലോ ഡ്രൈവർ ഞങ്ങള് സ്കൂൾക്ക് പോയപ്പോ നല്ലൊരു ഉറപ്പിറങ്ങിക്കോ. നല്ലൊരു ഉറപ്പിറങ്ങിയോ? അതല്ലേ വന്നപ്പോ ഞങ്ങള് നല്ലൊരു ഉറപ്പ് പോയി. ഇതിന്റെ വ്ളോഗ് മൊത്തം എടുത്ത് ചാർജ് ചെയ്തു. ഭാരതത്തിന് നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റില്ല. തലസ്ഥ കഥ ഞങ്ങള് പറഞ്ഞത് തിരിച്ചിട്ടോ. ഇത് ഫസ്റ്റ് വ്ളോഗാ. ഇത് നിങ്ങൾക്ക് മൈസൂരത്തെ വ്ളോഗ് ഉണ്ട്. മൈസൂരത്തെ സെക്കൻഡ് പാർട്ടൊക്കെ വരും തീരുമാനിക്കേണ്ടത്. അത് സീരിയല്
ബാക്ക് ക്യാമറ ആണേ ഇതിന്റെ ഉള്ളത്തെ വ്യൂ കണ്ടോ ഇതിലിപ്പോ ഒരു 17 കിലോ സാധനങ്ങൾ ഇതിലുണ്ട് കേട്ടോ അത്രയും സാധനങ്ങളുണ്ട് ഞാനാണ് ഇതിന്റെ കിളി പാലസ് പോയി കണ്ട് പെട്ടത് ഒരു തമിഴ്നാട് ഗേൾസിന്റെ ഇടയ്ക്കില്ലേ ആണ് ഇപ്പല ഫുൾ ബ്ലോക്കും അതിനെ ഞാൻ നോക്കിട്ടോ നോക്കിയാ കിട്ടുമോ ഓനെ നോക്കാണ് ഞാൻ പിന്നെ നോക്കിയത് ഇതിന്റെ നോക്കിയത് നോക്കുകയാണ് അതൊരു നമ്മ ഉണ്ടായത് പക്ഷെ നീം പോളി നമ്മൾ ഈ ബ്ലോഗോണ്ട് ഉദ്ദേശിക്കുന്നോ ഇത് ട്രാവൽ മാത്രം അടുത്തിലാണ് മൈസൂർ ഇനി നമ്മള് മൈസൂർ കാട്ടുകൂടെ പോകും രാത്രി പോകുമ്പോഴേയും ടോർച്ച കടിച്ച് നമ്മള് ഉള്ളിലാണ്ട് എന്തറിയോ സൺഗ്ലാസ് എന്തിനറിയോ കണ്ടോ എത്തിന് വണ്ടി ആക്കുമ്പോ ഒരു കുഴപ്പമുണ്ടാവില്ല അതിനാണ് ഈ രാവിലെ തന്നെ കണ്ടോ ജസ്റ്റ് ഷോപ്പ് നല്ല കാര്യമുണ്ട് സത്യത്തിൽ ഉറങ്ങിയിട്ട് നല്ലൊരു അനക്കുന്നുണ്ടോ നല്ല മൂടയിക്കണേ ഇപ്പൊ ഇറങ്ങിയപ്പോ ഒരു ഉഷാറ് കിട്ടി ഞാൻ ഉറക്കത്തിന്റെ ഹാങ് ഓവറില ഞാൻ ഉറക്കാൻ പോയതിന്റെ ഹാങ് ഓവറില ഓ വണ്ടി നോക്കി ഓ കിട്ടില്ല വണ്ടികളാ നമ്മുടെ ഡ്രൈവർ അപ്പൊ ഹായ് കൊടുക്കി ഒരു ഹായ് കൊടുക്കി പച്ചയായ മനുഷ്യൻ കുട്ടികളൊക്കെ ഇതിന്റെ വലിയ ഫാനാണല്ലേ മരുമകൻ മഴ പെയ്താ മഴ പെയ്യോ ഇവിടെ ഈ സുഖം ഞാൻ ഇത് ഈ വണ്ടിയിലാണ് പോരും എത്ര സുഖം അറിയോ ഇവിടെ ഇരിക്കാൻ നല്ല കാറ്റും പിന്നെ നോക്കി ഇത് വലിയ വണ്ടിയുണ്ട് ഫുൾ വ്യൂ നമുക്ക് കാണാം ഇപ്പൊ ആനൊക്കെ ഉണ്ടെങ്കിൽ ആനങ്ങനെ തൊടാം അത്ര വലുപ്പല്ലേ വലുപ്പുണ്ട് ഈ ചങ്ങായോടെ കളിച്ചിട്ടുണ്ട് ഇവരൊക്കെ മുതലേക്കണം പിന്നെ ഒരു മണ്ടി പാൻ എല്ലാത്തിലും കളിക്കാം അപ്പൊ നമ്മളിനി പാലസിന് കൊറേ കാര്യം ബ്ലോഗ് എടുത്തില്ല അതിനൊരു മിസ്സായി നല്ല ഇത് കിട്ടിയിരുന്നു മൈസൂരിൽ ഇഷ്ടംപോലെ മൈസൂരിന് അവസാനത്തെ എടുക്കാൻ പറ്റില്ല അവസാനത്തെ എടുത്ത് ചാർജ് നോക്കി ബൈക്ക് കണക്റ്റാക്കാൻ ബ്ലൂടൂത്ത് നോക്കിയാ ചാർജ് അപ്പൊ ചാർജ് 6% എത്ര വട്ടം കഴിഞ്ഞാലോ ഉള്ളേനും അത്രയും ഇരുത്തികളപ്പോ ചിലപ്പോ സിനിമ ഉണ്ടാവും അത്ര ഇവിടെ ഫുൾ പൂക്കളും വാഴത്തോട്ടവും ചാർജിന് ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ എടുത്തു ഉച്ചക്കത്തെ ഫുഡ് ഞങ്ങള് കഴിച്ചതല്ല വേറെ മൂപ്പര് മല പോലെ എത്ര ഫുഡ് എടുത്തു ഫുള്ള് കഴിച്ചു ഫുഡല്ല ചോർക്ക് ഉള്ളിവെള്ളം ബിസ്കേ ഫുഡ് ചോറ് അതല്ലേ ഫുഡ് പറയുമ്പോ കൊറേ സാധനങ്ങളില്ല വെറും ചോറ് ഒരു ചോറും അതിക്കൊരു തക്കാളി വെള്ളം ഒരു മട്ടൻ വെള്ളം മട്ടനിൽ ഇറച്ചില്ല മട്ടന്റെ നെയ്യൊക്കെ ഇട്ടുണ്ട് എന്തോ പുഴുങ്ങിയിട്ട് കറിയൊക്കെ ഓ പിന്നെ ഇവിടുന്ന് അതിനുള്ളിൽ നമ്മളെ പാന്റ് ഉണ്ട് നമ്മുടെ റോഡിലെ ഇപ്പൊ നമ്മളെ പാന്റ് കളിയാക്കുക ഓലെ പാന്റാണെങ്കിൽ ഒത്തിരി വെച്ചിട്ട് കാലുമേ ഒരു പാലസിന്റെ രണ്ട് സൈഡിൽ നിൽക്കാം പാലസിനുള്ളിൽ ഞങ്ങൾ നടുക്കൂടെ പോയപ്പോ ഞങ്ങൾ കളിയാക്കാം ഈ ലൂസിൽ പാന്റൊക്കെ ചൂണ്ടിക്കാണിച്ചു ഓലെ പാന്റ് കാണാം ഡിസ്കളി ഞങ്ങൾ ഓരോ പാന്റ് കളിയാക്കി അങ്ങനെയല്ല ഡിസ്കളി എന്താ ഈ തമിഴ്നാട് കുട്ടിയാണ് തമിഴ്നാടല്ല കർണാടക അല്ലേ ബൈക്കണ കുറച്ച് കഴിച്ചോ ഞാൻ പറയാ സ്നേഹല്ലേ ഫുൾ അലല്ലോ നല്ല അലിയോ നമ്മുടെ ഡ്രൈവറും അടിപൊളി കേട്ടോ നമ്മങ്ങനെ ആസ്വദിപ്പിച്ചു കൊണ്ടോ ഡ്രൈവറായി കണ്ടല്ല നമ്മളെ സാധനം കയറ്റി കയറില്ല നാട്ടിലെത്ര കോൺസെൻട്രേഷൻ ഇന്ന് തുടങ്ങിയല്ല
90കളിൽ തുടങ്ങിയതാ. 90കളിൽ. അതോ പാലസ് മറ്റേ പറയണ്ടത് ഇപ്പൊ പറയണത് കുറച്ചും പറയാം. അത് തിരിച്ചടിച്ച മലയാളികള് സൂപ്പറാണ്. ഞങ്ങൾക്ക് ഇരുന്ന് മലയാളി എവിടെ കണ്ടാലും അടിപൊളിയാ. ഞങ്ങളെ സഹായിച്ച എന്തിനാണാവോ ഇനി പിന്നെ കണ്ടിന്റെ സഹായിച്ചാ നമ്മള് വർത്താനം പറയണ കേട്ടോണ്ട് വന്നവര് എന്തായാലും നമുക്ക് കാണത്തിന് കാണാം. ഫാനല്ല ഞാൻ ഹണി. ഷാനി സമ്മതിച്ച് അല്ല സമ്മതിച്ചാണെങ്കിൽ അപ്പൊ ഇനി അതെല്ലാം നമുക്ക് ഇനി കാട് കയറിയിട്ട് കാണാം. അപ്പൊ നമുക്ക് ആനന്ദിലൊക്കെ കണ്ടാലോ. ഇനി ഫുഡ് കഴിച്ചാൽ അറിഞ്ഞാൽ അവിടുന്ന് എന്തെങ്കിലും പറയാം. നാളെ ഈ ഒച്ചല്ല എന്തെങ്കിലും പറയാം. അല്ല ഒച്ച ഉണ്ടാവില്ല. പിന്നെ മറ്റേ മൈസൂരിന്റെ കൊറേ ഇതില് ബൈക്കിന്റെ ഇത് ഉണ്ട്. ഇപ്പൊ ഇതിൽ തന്നെ അറിയില്ല ബൈക്കിന്റെ ഇതല്ലേ, അത് അറിയാതെ ഉണ്ടാവണം പറയും. അപ്പൊ അത് ക്ഷണിക്കാം വ്ളോഗ് കാണാൻ. 2 വ്ളോഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ അറിയാലും അവിടെ കാണാം. മൈസൂരിന് തിരക്കില്ലാതെ കിട്ടി. ആ മൈസൂരില് രാവിലെ ആരുമില്ല, എല്ലാരും ഉറങ്ങി. കാരണം എന്താ ഓൺ എക്സാം. ഞങ്ങളെ ഡിസ്കേ ഓൺ എക്സാമിന് ഒറ്റ വയറ്റില് ബാക്കി എല്ലായിരുന്നു പഠിച്ചേക്കാണ്. ഇപ്പൊ പിന്നെ ഫുൾ പഠിച്ചിട്ട് ഞാനല്ലോ പള്ളി കറക്കം ഞാൻ പഠിത്തം. അപ്പൊ ആളുകൾ കറുത്ത ടീം കറുത്ത ഉള്ളിലേക്ക് ചാടിച്ചല്ലേ. വെൽക്കം എൻട്രി ലൈൻ. ഇത് ഫോറസ്റ്റ് കഴിഞ്ഞ് നേരെ ഈ നമ്മൾ ജയിച്ചോ ഇത് പ്രോട്ടീൻ കറക്റ്റ്. എനിക്ക് നസീൻ ഒന്നിന്റെ ബാക്കിയിൽ എന്തോ ഇങ്ങോട്ട് ഇരുന്നാല് ഇങ്ങോട്ട് കഴിഞ്ഞില്ല. ഇനിയുണ്ടോ അടാ ജയിച്ചോ ചെത്തനടെ. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ ഒന്നായവനെ കാലം വെച്ച സൂര്യനും. ഇന്ന് നമ്മളെ പുലിനെ കാണോ? ഓക്കെ ഓക്കെ ഓക്കെ. എല്ലാ പണിയും പഠിച്ചു. എല്ലാ പണിയും പഠിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. വെട്ടു ദമിയം ഗിർ. ഓക്കെ അങ്ങനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്താ ആളാ ഒക്കെ എന്റെ കാലം കൂടെ അത് ഡ്രൈപോഡ് ആണോ? അതായത് പിടിച്ചോളാണ് കൈ വേദന. ട്രൈപോഡ് വാങ്ങിയല്ലേ നമ്മള് വാങ്ങിയ 800 സെൽഫി സ്റ്റിക്ക് നമ്മളവിടെ കടലായി 150 രൂപ. 150 രൂപ സാധനം. ഞാൻ പഠിച്ചു. അപ്പൊ എന്നെ കിട്ടുന്ന കുട്ടിക്ക് കറുത്ത ഞാൻ ചെത്തി തരും. എന്നെ കിട്ടുന്ന കുട്ടിക്ക് ഫുൾ ഫുഡിന്റെ ആകാം. ഫുൾ ഫുഡ് ഞാൻ എന്റെ കൈ ഉണ്ടാക്കിയ ഫുഡ് ഞാൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ കാണില്ലല്ലേ. ഞാൻ സബ്സ്ക്രൈബർ അല്ല, ഞാൻ സബ്സ്ക്രൈബർ ചെയ്തില്ല. അതാണ് അർത്ഥം. എന്റെ നൂഡിൽസോ ഞാൻ നെയ്ച്ചോറൊന്നും ഉണ്ടാക്കി കണ്ടില്ല. നെയ്ച്ചോറൊന്നും ഉണ്ടാക്കിയേ ചോറ്. അയ്യോ അയ്യോ ഒരു പീസ് ഇറക്കി
ആ വെട്ടില്ലേ ഒരു ചെറിയ കുട്ടി ചെറിയ കുട്ടി ഓ പോയി ബാക്കി വണ്ടി നീങ്ങണില്ലേ 1700 കിലോ വണ്ടിയില് ഇതാണ് ഉമ്മച്ചേ ഐശിന്റെ പേരുകളിലൊക്കെ പോവോ ചെത്ത വന്ന അല്ലെടുത്ത് വളർത്തിരുന്നോ ഇവിടെ കയറിക്കും ഞങ്ങൾ കഴിച്ചു അടുത്ത് ഓടുന്നില്ല എന്റെ ബ്ലോഗ് കാണാൻ ആശ്രയിക്കാലോ കണ്ണിങ്ങനെ കാണാം ചെന്ന് കഴിഞ്ഞ് നമ്മളിനി ഈ മൃഗങ്ങളെ കാണട്ടെ ഓക്കെ ഞാൻ പറയട്ടെ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആരെങ്കിലും ലോറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ലോറി കയറി പോയി അത് വേറെ വൈബാണ് അത് പാണ്ടിലോരനാണ് വലിയ ലോറിയാണ് നോക്കി എത്ര ഫുൾ വ്യൂ എന്ന് പറഞ്ഞാൽ കണ്ടോ ഫുൾ വ്യൂ പിന്നെ വൈഭവക്ക് ഒരു ഇടയ്ക്കുണ്ടല്ലോ കാറിൽ കയറുമ്പോ എസിയിലാ ഇടയ്ക്കുണ്ടല്ലോ ഇവിടെ ഒരു ടാങ്കി ഇല്ല ഇവിടെ കാറിലാണെങ്കിൽ കറുത്ത് കുറിച്ചാൻ പറ്റുമോ കഴിയില്ല ജനങ്ങളെ കുറിച്ചൊന്നും കഴിയില്ലേ ക്ലാസ് എത്രയൊന്നും കഴിയില്ല കാറിൽ പോണ കളക്കാൻ നിൽക്കും എന്നിട്ട് കണ്ടിട്ടാണ് ഇങ്ങനെ എന്നോട് ചിരിക്കണേ ഞാൻ ചിരിച്ചെടുക്കും ആ ഒരു വൈബാ ഗേൾസിനോട് ഞാൻ കർണാടകയുടെ എടുത്ത് നോക്കണമെന്ന് അറിയില്ല ഞാനമാരി കിട്ടും അതൊരു വൈബാണ് ലോറി പോരുമ്പോട്ടോ ആ പുള്ളിമാൻ പേടിച്ച് ഇത്ര ഉള്ളൂലി വരില്ലേ പറ്റൂല പോവും അവിടെ നിന്നോ അപ്പൊ മുമ്പ് ഫുള്ള് കാണാം അങ്ങനെ തിരിഞ്ഞിരിക്കും കാണില്ലേ പുള്ളി നോക്ക് നോക്കണം നല്ല കാണുള്ളൂ വിജയ് നോക്കി അൽഫോ വിജയ വാങ്ങാൻ നോക്കി നൈ വാങ്ങാൻ നോക്കാം ഓക്കെ ഇത് ബ്ലോഗ് തുടങ്ങി യാത്ര തുടങ്ങി കഴിയണ വരെ അൽഫിന്റെ ചെയ്യലേന് ഇവന്റെ പണി അൽഫിന്റെ ചെയ്യലേന് എന്റെ പണി അല്ല പിന്നെ പറഞ്ഞ അൽഫിന്റെ സ്കീം ഇടാം അല്ലടാ ഓനെ കിടക്കി ഓനെ കേൾക്കുള്ളൂ ഞാൻ പറഞ്ഞല്ലേ കേൾക്കുള്ളൂ അതാണ് ഞങ്ങളെ ബോണ്ട് അപ്പൊ എനിക്കല്ലേ ഒതുക്കിക്കാൻ കഴിയുള്ളൂ പ്രഭു അതൊക്കെ എടുത്ത് നോക്കിയാൽ മതി നല്ല രസല്ലേ ലൈവ് എടുക്കാനും പറ്റില്ല അല്ലെങ്കിൽ ലൈവ് എടുത്താൽ ഞങ്ങൾ കഴിച്ചോണ്ട് ഇത് ഞങ്ങൾ കഴിച്ചോണ്ട് അതൊക്കെ ഒന്നും കഴിക്കും കഴിക്കാം അതെ ഞങ്ങൾ പോവാണ് പറഞ്ഞു വരും പക്ഷെ എന്താറിയില്ല വ്ളോഗ് എടുക്കാൻ കമ്പോളോ പിന്നെ ഇതിക്കേണ്ടി വരാണ് അപ്പൊ ഇങ്ങനെ വരാം ഒരു കുരങ്ങന് മറ്റൊരു കുരങ്ങന് കറുത്തിട്ട് കൊടുക്കുക. താങ്ക് യു വെരി
പോയി പറഞ്ഞ പഴ നിക്കടാ നാണയം കഴിച്ചോ കറക്റ്റ് ഈ കറങ്ങനെ എടുത്താ ഈ കറങ്ങനെ കൊരങ്ങനെ ഫുഡ് ഇട്ടെടുത്തു. ഇവിടെ വേറെ കൊരങ്ങ അല്പക്കൂട്ട ഏരിയയിലിട്ടോ പുറത്ത് പോയി ഞാൻ തരില്ല കുത്തി ഇവിടെ നിർത്താനും കൂടി പറ്റില്ല. നമ്മളേ പുള്ളിമാനെ മയില് വേറെ ഒന്നും കാണില്ല. സത്യം ഞാൻ കണ്ടു എടുത്തു. മയിലിനെ സത്യത്തിൽ നമ്മളവിടെ തന്നെ കാണും. അതിന്റെ ഇഷ്ടംപോലെ ഉണ്ട്. പാലസിന്ന് പിന്നെടാ ഞാൻ പറഞ്ഞോ ഞങ്ങൾ അത്ര കേരളത്തില് ബോയ്സ് ഗേൾസിന് കൂടെ ഇവിടെ തമിഴ്നാട്ടിലെ അങ്ങനല്ല, നേരെ തിരിച്ചാ. ഗേൾസിനെ കൂടെ കൊടുക്കും, ഗേൾസ് നമ്മൾ ഞാൻ കൊടുക്കും. സ്കൂൾ പോണ കളിച്ചോന്നല്ലേ ഒരു എപ്പോഴാണ് സ്കൂൾ വരെ മുടക്കിയത്. പക്ഷെ നിറച്ച് അവിടുത്തെ സ്റ്റഡി ടൂർ ചെയ്യില്ലേ അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഫസ്റ്റ് കേറിയപ്പോ ഒരു സെൽഫി സ്റ്റിക്കിന്റെ തട്ടിപ്പ്, പിന്നെ ഞങ്ങൾ ടിക്കറ്റുമ്പോ തട്ടിപ്പ്. ടിക്കറ്റുമ്പോ ആധാർ കാർഡ് കാണിച്ചിട്ടല്ലേ കയറാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മക്ക് എന്താട്ടോ നമ്മളെ കണ്ടിട്ട് 18 വയസ്സാണ് തോന്നുന്നുള്ള കാരണം ഞങ്ങളെ ടിക്കറ്റിന് സാധാ ടിക്കറ്റിന് എത്രയാ നമ്മൾ എത്ര എടുത്ത്? 70. സാധാ ടിക്കറ്റിനല്ല, ചിൽഡ്രന്. ചിൽഡ്രൻ പറഞ്ഞാൽ 10 to 18 വയസ്സാ. ഞങ്ങൾക്ക് 18 വയസ്സാണ്, 70 വരെ വെച്ചു. അപ്പൊ പറ്റില്ല. നിങ്ങള് 18 വയസ്സായിട്ട് 8 മാസമായിക്കണേ, 5 പറ്റില്ല. എന്താ മാങ്ങ തന്നെ ഉള്ളു ഇവിടെ, വേറെ ഒന്നുമില്ല. പുലിയൊക്കെ മാനിനെ പിടിച്ചിട്ടുണ്ടോ മനസ്സിലാവൂലേ? കൊറേ മാനും കുറച്ച് മയിലും പിന്നെ ഒരു കുട്ടി കുറങ്ങും. നേരെ വണ്ടി എടുത്തിട്ട് പോന്നെ കുട്ടി അയ്യോ അങ്ങനെ നമ്മളെ മൈസൂർ ട്രിപ്പ് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്. അപ്പോ എന്താ പിന്നെ പറയാനുള്ളത്? നമ്മുടെ ഡ്രൈവർ കാക്കാ ഡ്രൈവറാണ് ഇത്ര നേരം വയ്ക്കും. അടിപൊളിയായി ഞങ്ങളെ വൈബ് ആസ്വദിപ്പിച്ച് ഞങ്ങളെ ഓടുന്ന ഡ്രൈവറിന് വലിയൊരു നന്ദി. സേഫ് അടിപൊളി വൈബറിയോ ഇങ്ങനെ പോണത് രസമാണ്. പറയാനല്ലോ ഒന്നും പറയാനില്ല. ഞാൻ ഇതുവരെ പോയാല് സ്കൂളിൽ നിന്ന് പോയാലും കാറിൽ പോയാണ് എനിക്ക് ബെസ്റ്റ് ആയിട്ട് തോന്നിയത്. ഇതുവരെ ചണച്ചിട്ടില്ല, ഇത്രയായിട്ട് ചണച്ചിട്ടില്ല. ഒരു മൂഡ് പോലെ ഉണ്ടല്ലോ, ഒന്നുമില്ല. നോക്കി എപ്പോ തുടങ്ങിയ അവിടെ ഇരിക്കല് കൈയിട്ടായിട്ട് ശീലിച്ച ഉറങ്ങാം, അത് സുഖമായിട്ട് ഉറങ്ങാം. അതെ, ഭയങ്കര അടിപൊളി യാത്ര, ഒന്നും പറയാലോ. അത് ഞാൻ പറഞ്ഞതില്ലേ, അത് ഞാൻ പറഞ്ഞു. ലോറി യാത്ര ചടപ്പില്ലാത്ത യാത്രയാണ്. പേരെന്താ പേര് പറയാ? ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. എന്റെ പേര് സക്കീർ ഹുസൈൻ. ലോറി യാത്ര എങ്ങനെയുണ്ട് നിങ്ങളെ? അടിപൊളി. ഇതുവരെ ഒരു തേങ്ങയും ഉണ്ടായിട്ടില്ല. മൃഗങ്ങളൊക്കെ ഉഷാറായി കണ്ടില്ല? അതെ, ഒക്കെ കണ്ടു. മേലെ ഇരുന്ന് പോവാ, നല്ല സ്പേസ് കിടക്കാനും ഒക്കെ അതിനടിപൊളി. പിന്നെ വണ്ടി അടിപൊളി. ഞാൻ ചെറുതാ അതല്ലേ
ഞങ്ങളിങ്ങനെ ഒരു വട്ടം വന്നിട്ട് റോഡാകുമ്പോ ആ സ്ഥിരമായിട്ട് ഓടുന്ന റോഡാകുമ്പോ ആ വണ്ടിക്കാരെ കണ്ടില്ലേ ജോലൊക്കെ ആ കുഴിക്ക് ചവിട്ടി മേലെ കയറി പോകുന്നുണ്ട്. വണ്ടിയാണ് ഞങ്ങളിങ്ങനെ ഒറ്റ വട്ടം വന്നപ്പോ നമുക്ക് ഇത്രത് മൂപ്പര് എന്താണ് 1990 അല്ലേ 90 മുതല് മാസത്തില് ആഴ്ചയില് 3 വട്ടം വരും. ആഴ്ചയിൽ 3 വട്ടം സത്യത്തില് എൻജോയ് ചെയ്ത് പോവാം. എങ്ങനെ പോവാം മൂപ്പർക്ക് വന്ന് ശീലേക്കണം. നമ്മക്ക് ഇങ്ങനെ എന്നാലും ഈ ലോറിൽ വരുന്ന വൈബ് അത് വേറെ തന്നെ നൈസാ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. എനിക്ക് ആകെ വിഷമുണ്ടായത് ഓട്ടോറിക്ഷക്കാരൻ മൂപ്പര് വരുന്നതിന് സുനിൽ ഭായ് മൂപ്പര് ഒരു ചാമ്പലാമ്പി പിന്നെ അവിടുത്തെ പാലസിന് ഒരു അവിടുത്തെ ചാമ്പലാമ്പി നോക്കുക മെസ്സി കാണാട്ടുണ്ടല്ലോ ഫ്ലാഷ് അടിച്ചിട്ടുണ്ടോ? ബാക്കിയൊക്കെ അടിപൊളി. ഇന്നത്തെ വ്ളോഗ് ഞങ്ങള് വൈൻഡപ്പിയാണ്. അതായത് ചെറുത്തുന്ന വൈൻഡപ്പിയാണ്. ഇനി പിന്നെ വില കൈ കൊടുക്കണം. അങ്ങനെ അല്ലറച്ചില്ല പരിപാടി. വ്ളോഗ് ഒക്കെ ഉണ്ട് ഞങ്ങള് ലൈറ്റ് ഇട്ടാ ആ ഫ്ലാഷ് അടിക്കണം. കുഴപ്പമില്ല. ലൈറ്റ് വേണ്ട. ഞങ്ങളിവിടെ നീലഗിരി ചോരം ഇറങ്ങിക്കൊണ്ടൊക്കെയാണ്. ഇനി വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിക്കണം, കറന്നിറങ്ങണം. അല്ല ഇപ്പൊ പഠിക്കും എക്സാം ആയിട്ട്. ഫുഡ് കഴിച്ചിട്ട് പോവാം. ഫുഡ് കഴിച്ചിട്ട് പോവാം. അപ്പൊ അങ്ങനെ തരും. അന്ന് ഞങ്ങൾ തുടങ്ങിയ പരിപാടി അന്ന് അപ്പൊ അസലായിട്ടേ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. ബൈ. ഷോർട്ട് വീഡിയോ വരും ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാം.